ഹായ്. ഒരു അസുഖം വന്നാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ സകല സമ്പാദ്യവും. നമ്മൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്ര സമ്പാദിച്ചാലും ഒരു അസുഖം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ കുട്ടികൾക്കോ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സകല സമ്പാദ്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ റമദാൻ വ്രതം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷക്കാലം നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് വണ്ടിയും നമുക്കറിയാം, ഒരു വർഷത്തിൽ ഒരിക്കൽ സർവീസ് ചെയ്യുന്നത് പോലെ വർഷത്തിൽ ഒരു മാസം നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ, റമദാൻ വ്രതം വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും കഴിയും. അപ്പൊ ആ റമദാൻ മാസത്തിൽ അത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല, ആർക്കും വ്രതം എടുക്കാവുന്നതേ ഉള്ളൂ. ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, ഏത് കഴിക്കരുത്, നമുക്ക് എങ്ങനെയാണ് ഡിസീസുകൾ പ്രിവെന്റ് ചെയ്യുക, ഹെൽത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അത്തായം മുതൽ അങ്ങോട്ട് പറയാം കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അത്തായത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് 1-2 ഗ്ലാസ് നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതിനുശേഷം നമുക്ക് അത്തായം കഴിക്കണമെന്ന് ചില കുട്ടിക്ക് സംശയം ഉണ്ടാകാറുണ്ട്. അത്തായം നന്നായിട്ട് കഴിക്കണം, കാരണം എനർജി ഈൽഡിങ് ഫുഡാണ് അത്തായം. നമുക്ക് അന്നത്തെ ദിവസം മൊത്തം കിട്ടേണ്ട എനർജി കിട്ടേണ്ട ഫുഡാണ് അത്തായം. അപ്പൊ അത്തായത്തിന്റെ സമയത്ത് നമ്മൾ വൃത്തിയുള്ള ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഓട്സ് കഴിക്കാം, അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, ഗോതമ്പ് കഴിക്കാം, റൈസ് തവിടടങ്ങിയ റൈസുകൾ കഴിക്കാം, കുറച്ച് മുട്ടയുടെ വെള്ള കഴിക്കാം, ചെറുപയർ മുളപ്പിച്ചത്, പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്, ഇതൊക്കെ നമുക്ക് അത്തായത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ വൃത്തിയുള്ള അത്തായം കഴിച്ചതിന് ശേഷം നമ്മൾ 1-2 ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ട് നമ്മൾ ആ വ്രതം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വ്രതം സ്റ്റാർട്ട് ചെയ്ത് 7-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്രതമാണ്. പിന്നെ നമ്മളൊന്നും കഴിക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് ഓട്ടോഫേജ് ആണ്. ഇൻഫ്ലമേഷൻ തടയാനുള്ള, അണുബാധ തടയാനുള്ള ഒരു കഴിവ് നമ്മുടെ ബോഡി തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തത്, നമ്മുടെ ബോഡിയിലെ സ്റ്റൊമക്കിലെ എല്ലാ വാൾസിനും അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അസിഡിക് മീഡിയ HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലുണ്ട്. അത് ഫുഡ് വരാത്ത സമയത്ത് അത് മ്യൂക്കസ് മെമ്പറിന്റെ തിക്നെസ് കൂടിയും അതിന്റെ ഫംഗ്ഷൻ കൂട്ടുകയും മ്യൂക്കസ് സെക്രീഷൻ കൂട്ടുകയും ചെയ്യും. മൂന്നാമത്തത്, നമ്മുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ബോഡിയിലെ ഗ്ലൈക്കോജൻ, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജന്, ഗ്ലൂക്കോസ്, ലിപ്പിഡ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോഫേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയും നമ്മുടെ ബോഡിക്ക് മാക്സിമം ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്തൊക്കെയോ വാരി വലിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ വാരി വലിച്ച് കഴിച്ചാൽ ഇത് ചെയ്തത് മൊത്തം ഇല്ലാണ്ടാവുകയും വലിയൊരു ഡിസീസിലേക്ക് നമ്മൾ അകപ്പെടുകയും ചെയ്യും. അപ്പൊ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. വെളുക്കാൻ ദഹിക്കുന്നത് പാണ്ടാവരുത്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരിക്കലും നമ്മൾ കാരക്കയോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ ജസ്റ്റ് നോമ്പ് തുറക്കുന്നു. അതിനുശേഷം ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാതിരിക്കുക, അതിന് പകരം ഫ്രൂട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴിക്കുക. എന്നിട്ട് പിന്നെയും വെള്ളം നമ്മൾ കുടിക്കുന്നു. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന ആവശ്യമായ പ്രോട്ടീന്, ഫൈബർ, അങ്ങനെയുള്ള കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ വൃത്തിയിൽ കഴിക്കുന്നു. ഇടവിട്ട് വെള്ളം കഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് തന്നെ വീണ്ടും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പയർവർഗ്ഗങ്ങൾ വീണ്ടും കഴിക്കുന്നു. അത് രാത്രി കിടക്കാൻ നേരത്തെ നമുക്ക് തവിടടങ്ങിയ ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ രാത്രി കഴിക്കാം, തെറ്റില്ല. ആണല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും ചെയ്യും. പിന്നെ പല ആളുകളും കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറുനാരങ്ങയുടെ ലെമൺ ജ്യൂസ്, അതുപോലെ ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ അസിഡിക് അടങ്ങിയ സിട്രസ് ആസിഡ് അടകൾ അടങ്ങിയ ജ്യൂസുകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പല ആളുകളും ഷോപ്പിൽ നിന്നോ കടയിൽ നിന്നൊക്കെ കുറേ പൊരിക്കടികൾ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്, എണ്ണക്കടികൾ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആ കടയിലൊക്കെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെ ഓയിലോ ആവട്ടെ, റിപ്പീറ്റഡ് ആയിട്ട് ചൂടാക്കിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത് ചിലപ്പോൾ ജീൻ മ്യൂട്ടേഷൻ വഴി ക്യാൻസറിലേക്ക് എത്താം. അപ്പൊ അങ്ങനത്തെ കടയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കഴിക്കാതിരിക്കുക. വല്ലപ്പോഴും നമുക്ക് കഴിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ശീലമാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം അസിഡിക് ആയ കാര്യങ്ങൾ, അതുപോലെ തന്നെ സോഡ, ജീരക സോഡ, കളർ സോഡ, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ്, അഡൾട്രേറ്റഡ് ജ്യൂസസ്, ഇതൊന്നും കഴിക്കരുത്. ഈ ഒരൊറ്റ മാസമെങ്കിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. റെഡിയാണല്ലോ. അത് കഴിക്കുക. പൊരിക്കടികൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയിൽ കൂടെ മെയിനായിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, ഈ നോമ്പിന്റെ അത്താഴത്തിന് സമയത്തോ നോമ്പ് തുറക്കുന്ന സമയത്തോ കാപ്പി, ചായ പോലെയുള്ള പഞ്ചസാര അടങ്ങിയ മറ്റുള്ള പദാർത്ഥങ്ങളും, പഞ്ചസാര, ഉപ്പ് മാക്സിമം ഒഴിവാക്കുക.
അതിന്റെ പുറമെ ചായയും കാപ്പിയും നിങ്ങൾ ഈ ഒരൊറ്റ മാസം ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സോഷ്യലായിട്ടും നല്ലൊരു വെൽബീങ് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് മാക്സിമം ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് നല്ലൊരു ഉന്മേഷവാനായി നിങ്ങൾ മാറുകയും ചെയ്യും. പല ടൈപ്പുള്ള ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നല്ല ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇത് ഉപകാരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പൊ ഈ ഒരൊറ്റ മാസം നിങ്ങൾ ആ ഒരൊറ്റ പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോവുക. എക്സസൈസ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ മെഡിസിൻസ് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആസ് എ റെഗുലർ ആയിട്ട് എല്ലാ മാസവും ചെയ്യുന്ന പോലെ ഈ മാസവും ചെയ്യാം. അതൊന്നും പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയ ഒരു സൊസൈറ്റി നമുക്ക് വാർത്തെടുക്കാം. താങ്ക് യു ഫോർ കൈൻഡ്